കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണല്ലേ, കുഞ്ഞു വീഡിയോ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്നും കുഞ്ഞു വീഡിയോ തന്നെ എടുത്തു. ചേട്ടന് പോണം, അപ്പം ഉണ്ടാക്കണം. ചേട്ടൻ കഴിച്ചു. ചേട്ടൻ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. ചേട്ടൻ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു, ഒരു കട്ടനൊക്കെ കുടിച്ചു. അപ്പൊ ഇനിയിപ്പൊ നമ്മള് ഇന്ന് ഞാൻ ആട്ടോടാ പോവേ കേട്ടാ. അവൻ വേണ്ടിട്ട് ഒരു പോട്ട്. ഇവിടെ കിടന്നിട്ട് അവളെ തുണി. ഓ അയ്യോ കടിച്ചെടുക്ക്. അപ്പൊ പോട്ടാ വാച്ചി, നമുക്ക് വീഡിയോ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ എന്താ വീഡിയോ കാണുമല്ലേ വാച്ചി? ടാറ്റാ. വാ വാ വാ. അപ്പോൾ നമ്മുടെ താരത്തിൻ്റെ അടുത്തോട്ട് പോട്ടെ, വണ്ടി എടുക്കായി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓട്ടോ എടുക്കാൻ വേണ്ടി നേരെ ആറാമ്പള്ളി റോഡിൽ ആറാമ്പള്ളി ജംഗ്ഷനിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടം കഴിഞ്ഞ് തിരിച്ച് പറഞ്ഞ വഴിക്ക് ഞാൻ നേരെ നമ്മളിതിപ്പം ഞാൻ ഓട്ടം പോയതെന്ന് പറയുമ്പോഴത്തേക്ക് ചിതറയാണ്. പക്ഷെ ചിതറയാണ് പോയെങ്കിലും നമ്മൾ കൊല്ലായി വഴിയാണ് പോയത് കേട്ടോ. തെങ്കാശി റോഡ് വഴിയാണ് പോയത്. അപ്പോൾ ഈ തെങ്കാശി റോഡ് വഴി പോകുന്ന വഴിക്കുള്ളത് ആ സൂപ്പർ റോഡ് കണ്ടേ, അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് റോഡങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതിലെ പോയാലും കിട്ടാത്തൊരു സുഖം നമ്മൾ ഈ റോഡേ വരുമ്പോഴത്തേക്കും. അടിപൊളി റോഡ് തന്നെയാണ്. അപ്പം ഞാൻ റോഡ് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിലൂടെ നീളം ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ അതായത് നോക്കി ചെടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അടിപൊളി റോഡാണ്, സൂപ്പർ റോഡ്. വേറെ ഇതാണ് ഇലവ് പാലം. ഞാൻ വരുന്ന വഴിക്ക് വൃന്ദാവന ഹിൽസിൻ്റെ ബോർഡ് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വൃന്ദാവന ഹിൽസിൻ്റെ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിലെ 1 കിലോമീറ്റർ പോകണമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാം, നല്ല ഏരിയ ആണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഇട സൈഡ് ബോട്ടാണിക്കൽ ഗാർഡൻ. പഴയ റോഡാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴി. റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ വളവിൻ്റെ ഇവിടെയാണ് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ വഴി വരുന്നത് കേട്ടോ. ഇത് പഴയ റോഡ്, ഇതിപ്പോൾ പുതിയ റോഡാണ്. അതായത് കണ്ടല്ലോ, സൂപ്പർ വ്യൂ ആണ് അല്ലേ ഇത് ഈ കാണുന്നത്. നോക്കി നമ്മുടെ പാലോടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം വിളിച്ചു പോകുന്ന സ്ഥലങ്ങളല്ലേ ഇതൊക്കെ. നമ്മൾ ഈ വളവിങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേക്ക് നോക്കി ഒരു കാണിക്ക വഞ്ചി. അങ്ങനെ കാണിക്ക വഞ്ചി നോക്കിയപ്പോഴത്തേക്ക് ഇതാ കുന്നിൽ ശ്രീ മേലാങ്കോട് ദേവീ ക്ഷേത്രം, അതിൻ്റെ ആർച്ചും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അതിൽ കൂടെ ചേർന്ന് തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. നമ്മുടെ ഷാലോം മാർത്തോമ ചർച്ചാണ് മണ്ടയിലിരിക്കുന്നത്, മോൾഭാഗത്തിരിക്കുന്നത്. നമുക്കെപ്പോഴും യാത്ര തുടരും. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തെങ്കാശിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. തെങ്കാശിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്കുള്ള നല്ല അടിപൊളി റോഡാണ് ഈ നിങ്ങൾക്ക് ഈ കാണിച്ചു തന്നത് കേട്ടോ. സൂപ്പർ റോഡാണ് കേട്ടോ. പഴയ റോഡും പഴയ ചിപ്പൻചിറ പാലവുമാണ് നിങ്ങളുടെ ഈ കാണുന്ന റോഡ്. പുതിയ പാലത്തിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. പുതിയ പാലം ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് കണ്ടത് അടിപൊളി തന്നെയാണ് പുതിയ പാലം. സൂപ്പർ. ഇത് പുതിയ പാലമാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് പഴയ പാലം. ചിപ്പൻചിറ ഇരുമ്പ് പാലം. താണ്ട് ഇതാണ് പഴയ പാലം കേട്ടോ. ഇങ്ങോട്ട് ഈ താഴെ കാണുന്ന പാലം. ഇതിലിപ്പോൾ ബസ്സൊന്നും കയറ്റി വിടത്തില്ല. പുതിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
മലപ്രദേശമാണ്, മലപ്രദേശം. അത് കണ്ടോ, സൂപ്പർ ഏരിയ. നടക്കുന്നുള്ളതുകൊണ്ടായിരിക്കും മണ്ണൊന്നും ഇടിഞ്ഞ് വീഴാത്തതും. ഇത് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മണ്ണുകൾ കുറച്ചൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. തെങ്കാശി പാതയാണ് കേട്ടോ, തെങ്കാശി പാതയിൽ ഇതിലേ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് കുളത്തൂപ്പുഴ, തെന്മല ഒക്കെ. ആര്യങ്കാവ് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. നമ്മളെ തിരുവനന്തപുരത്ത് നിന്നും ആര്യങ്കാവ് തമിഴ്നാട്, തെങ്കാശി തമിഴ്നാട് പോകുന്ന റോഡാണ് ഈ കാണുന്ന റോഡ്. അടിപൊളി റോഡല്ലേ, എന്ന് പറഞ്ഞാൽ എന്ത് വേറെ ലെവൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കത്താ ദൂരത്ത് സൂപ്പറായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരു വനം, സത്യം പറഞ്ഞാൽ ഒരു വനം പോലെയെന്നല്ല, വനമാണ്. നമ്മുടെ തെന്മല ഈ ഏരിയയ്ക്ക് എന്ന് പറയുമ്പോൾ വനമാണല്ലോ, മൊത്തത്തിൽ വനമാണല്ലോ. ആ ഇതിൻ്റെ ഇടയിലൂടെ എന്തേപോലെ നല്ലൊരു പാതയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ നല്ല രസമാണെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്ത് പോകാനും എല്ലാത്തിനും നല്ല രസമുള്ള ഒരു പാത തന്നെയാണ്. ഓക്കെ, ഒരു KSRTC നമ്മുടെ ആനവണ്ടി മടത്തറ പോകുന്ന ബസ്സാണ്. മടത്തറ വണ്ടി അതൊക്കെ നോക്കിയേ, തമിഴ്നാട് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും നമ്മുടെ ഇത് വരുന്ന പാത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, പിന്നെ അവിടെ നിന്ന് നേരെ കവടിയാർ, അതിലേക്ക് ഇറങ്ങി നേരെ നെടുമങ്ങാട് നിന്ന് നേരെ ചുള്ളിമാനൂർ, ആനാട് ചുള്ളിമാനൂർ. ചുള്ളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയ പൊന്മുടിയാണ്. പക്ഷേ നമ്മൾ ഇടത്തോട്ട് തിരിയുകയാണെങ്കിൽ നേരെ വരുന്നത് നമ്മുടെ പാലോട് എന്ന് പറയുന്ന ജംഗ്ഷനാണ്. നന്ദിയോടൊക്കെ കവർ ചെയ്ത് പാലോട്, നമ്മുടെ പച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അതൊക്കെയാണ് നമ്മളെ നന്ദിയോട് ഏരിയ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ പാലോട് കഴിഞ്ഞിട്ട് പാലോട് നമ്മൾ കുശവൂര് കഴിഞ്ഞ് നേരെ നമ്മളെ മടത്തറ റോഡ് അതിങ്ങനെ ഇങ്ങ് വരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളെ പാലോട് വരെ ചെറിയ ഒരു ഇതൊക്കെ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിലും പാലോട് കഴിഞ്ഞാൽ റോഡിൻ്റെ ലെവലങ്ങ് മാറുകയാണ് കേട്ടോ. റോഡെന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് ആ പാത പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല. എന്ന് പറഞ്ഞാൽ അത്രയും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വനത്തിനകത്തൂടെയുള്ള ഈ പാത. നമ്മുടെ വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് റോഡ്. നല്ല സൂപ്പറായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പാതയുടെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്നത്. പഴയ പാലങ്ങളും പഴയ ഇതെല്ലാം മാറ്റി എല്ലാം പുതിയ രീതിയിൽ ചെയ്തു വച്ചിരിക്കുന്ന, പുതിയ രീതിയിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന ഒരു പാത കേട്ടോ. അപ്പോൾ ഈ പാതയുടെ വീഡിയോ ഞാൻ വരുന്ന യാത്രക്കിടയിൽ ചെയ്തു തന്നൊരു വീഡിയോ ആണ്. അങ്ങനെ നമ്മുടെ പാലോട് കൊശവൂരൊക്കെ എത്താറായി കേട്ടോ. വഴിക്കാണ് നമ്മുടെ വൃന്ദാവൻ കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. അതാ അടിപൊളി ഒരു കൺവെൻഷൻ സെൻറ്ററാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് ബ്രൈമൂറൊക്കെ പോകുന്നത് കേട്ടോ. ഈ ജംഗ്ഷനിൽ, പാലോട് ജംഗ്ഷനിൽ നിന്നാണ് ബ്രൈമൂർ, തെങ്കാശിയൊക്കെ തിരിയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മളെ ചുള്ളുമാനിൽ നിന്ന് വന്നിറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ബ്രൈമൂറും, സ്ട്രെയിറ്റ് പോയാൽ എവിടെയാണ്, തെങ്കാശിയുമാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കൊശൂർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് കാരേറ്റ് കല്ലറ റോഡ്, നമുക്ക് ഹൈവേയിൽ കയറാൻ കഴിയുന്ന റോഡാണിത്. ഇതാണ് പാലോട് പഴയ പാലം, ഇതാണ് പാലോട് പുതിയ പാലം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തോടെ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും.